and logic gates. Write these topics on your notebook: Boolean functions and logic gates. And these are our reference books. You may have heard about functions. Can you write some functions on your notebook? Can you say some functions? You may have written some codes, some functions. You may have used some functions in C or C++. നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് ഫങ്ഷൻസ് എക്സാമ്പിൾസ് എഴുതാൻ പറ്റുമോ? I will write. For example, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ add 3, 4. I mean this function that find the sum of the numbers 3 and 4. Here 3 and 4 are given numbers, okay, and the function will return the sum of these numbers. Definitely this will be 7. Okay, I will give another example. SQR, square, okay. അപ്പോൾ ഞാനിവിടെ സ്ക്വയർ എന്നുള്ള നമ്മുടെ ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ നെയിം ഈസ് SQR. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു ഫംഗ്ഷൻ കൊടുക്കാം. ഞാനിവിടെ പറയുന്നത് ചില ഫംഗ്ഷൻസിന്റെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ സ്ക്വയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന നമ്പർ. ഹലോ, ഓക്കെ. സ്ക്വയർ ഫംഗ്ഷൻ that returns the square of the given number. Here, since the number is 2, we will get 4. I'll give one more example. Same function. Okay. -3 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കിട്ടിയില്ല. അപ്പൊ നമുക്ക് ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് that receives some quantities and return a quantity. ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. Is same number. ഞാനൊരു ഫംഗ്ഷൻ നെയിം എഴുതിയെന്നാണ്. ഈ സെയിം നമ്പർ ഇവിടെ നമ്മൾ രണ്ട് നമ്പർ ഞാൻ കൊടുക്കുകയാണ്. 3 4 രണ്ട് നമ്പർ. അപ്പോൾ ഈ ഫംഗ്ഷൻ will return if the given numbers are same, the values of given numbers are same, it will return true. Otherwise it will return false. ഈ കേസിൽ നമ്മൾ കൊടുത്ത നമ്പേഴ്സ് ഏതായിരുന്നു? 3 4 ആണ്. So it will return false. Why? The numbers are not same. അല്ലേ? നമുക്ക് വേണമെങ്കിൽ വേറെ നമ്പേഴ്സ് കൊടുത്ത് നോക്കാം. 5 5. ഇവിടെ നമ്മൾ കൊടുത്ത രണ്ട് നമ്പേഴ്സ് സെയിം ആയതുകൊണ്ട് it will return true. അപ്പോൾ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ റിസീവ് സം വാല്യൂസ്. നമുക്ക് ചില വാല്യൂസ് റിസീവ് ചെയ്യുന്നു, അതോടൊപ്പം അതിന്റെ പ്രോപ്പർട്ടി ഉണ്ട്. ഫംഗ്ഷൻ വിൽ ഡു സംതിങ്, അതിന്റെ പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി അനുസരിച്ച് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് നമുക്ക് കാണാം. ദീസ് ആർ സം എക്സാമ്പിൾസ്. യു ക്യാൻ ഡിഫൈൻ യുവർ ഓൺ ഫങ്ഷൻസ്. നമുക്ക് നമ്മുടെ സ്വന്തം ഫങ്ഷൻസ് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പം ഫംഗ്ഷൻ എന്താണെന്ന് വളരെ ഒരു അബ്സ്ട്രാക്ട് ലെവലിൽ പറയുകയാണെങ്കിൽ that receives some quantities, that is known as input. Function receives some quantities, that is known as input. There may be more than one inputs. So function can receive more than one input. That depends on your നമ്മുടെ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സിന്റെ പറയുന്നത് that depends on the prototype of the function എന്ന് പറയും. ഓക്കെ, ആ ഫംഗ്ഷന്റെ ബിഹേവിയർ അനുസരിച്ച്, അതിന്റെ സ്വഭാവം അനുസരിച്ച് that can receive more than one inputs. And it returns an output. ഒരു നമുക്ക് എന്നിട്ട് അത് the function will give an output. നമുക്കൊരു ഔട്ട്പുട്ട് നമുക്ക് തരുന്നുണ്ട്. So we can say that a function that receives some values and returns some values. Or we can say that is a relationship between the input and output. ഒരു ഫംഗ്ഷൻ എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു റിലേഷൻ ആണ് അല്ലേ? Or we can say that a function that transforms the input to output. That's the transformation. നമ്മൾ ഒരു കാര്യം കൊടുക്കുന്നു, അതിനെ വേറെ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നു. ശരിയല്ലേ? നോക്കൂ, നമ്മൾ പഴയ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആഡ് ഫംഗ്ഷൻ നമ്മൾ ഇൻപുട്ട് എന്താണ് കൊടുത്തത്? We gave 3 and 4 and the function return 7. അപ്പൊ 3 4 എന്നുള്ള ഇൻപുട്ടിനെ അത് ഏത് രീതിയിലേക്ക് മാറ്റിയെടുത്തു? 7 കൊടുത്തു. ഈ സെയിം നമ്പർ എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ we put 3 and 4. ഓക്കെ, 3 and 4 നമ്മൾ കൊടുത്തു. നമുക്ക് എന്താണ് കിട്ടിയത്? നമുക്ക് കിട്ടിയത് ഫോൾസ് എന്നാണ് കിട്ടിയത്. സോ the 3 and 4 are transformed into false. ശരിയല്ലേ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, the function that receives something and it transforms to output, input to output. It's a relationship from input to output. അല്ലെ? ഇതൊരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇതൊരു വളരെ ഒരു അബ്സ്ട്രാക്ട് തിങ് ആണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു അബ്സ്ട്രാക്ട് തിങ് ആണ്.
നമുക്ക് മാത്തമാറ്റിക്കലി അതിനെ ഒന്ന് പറഞ്ഞു നോക്കാം. എ ഫംഗ്ഷൻ ഈസ് എ റിലേഷൻ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞാൽ ദാറ്റ്സ് എ റിലേഷൻ ഫ്രം എ സെറ്റ് ഓഫ് ഇൻപുട്സ്. ദർ ഇസ് എ, ഞാൻ പറഞ്ഞ ഇൻപുട്ട് ഉണ്ട്, അതിന് നമുക്കൊരു സെറ്റ് എന്ന് പറയും. ഇപ്പൊ ഇൻപുട്ട് സെറ്റ് ഈസ് ദർ. ഓക്കെ, ഇൻപുട്ട് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കുറെ ഇൻപുട്ട് വാല്യൂസ് ഉണ്ട്, ക്വാണ്ടിറ്റീസ് ഇസ് ദർ. ഓക്കെ, ആൻഡ് a relationship from a set of inputs to a set of possible outputs. So there are a set of inputs and set of outputs are there. Okay, and the function that maps this input to output. Function then ചെയ്യുന്ന ഈ ഇൻപുട്ടിനെ ഔട്ട്പുട്ടിലേക്ക് മാറ്റിയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സം ഓഫ് ഇന്റിജർ നമ്പേഴ്സിന്റെ സം കാണുന്ന ഒരു ഫംഗ്ഷൻ നിങ്ങൾ അസ്യൂം. ഫോർ എക്സാമ്പിൾ സം ഇന്റിജർ നമ്പേഴ്സിന്റെ സം കാണുന്ന ഒരു ഫംഗ്ഷൻ. സോ ഇൻപുട്ട് ഡൊമൈൻ എന്തായിരിക്കാം? ഇന്റിജർ നമ്പേഴ്സ് ആയിരിക്കും അല്ലെ. ഇൻപുട്ട് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇന്റിജർ നമ്പേഴ്സ് ആയിരിക്കും. ഔട്ട്പുട്ട് ഡൊമൈൻ എന്തായിരിക്കും? അതും ഇന്റിജർ നമ്പേഴ്സ് ആണെന്ന് മനസ്സിലാക്കും. അപ്പൊ ഇതിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ ആണ് ആ സം ഫംഗ്ഷൻ എന്ന് പറയാം. Hope you understand this. അപ്പൊ a function that is a mathematical tool that shows what a relationship between the input and output. ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്കുള്ള ഒരു റിലേഷൻ ആണ്. The function is able to receive more than one values, more than one quantities. ഒന്നിൽ കൂടുതൽ quantities അതിനെ റിസീവ് ചെയ്യാൻ പറ്റും. That depends on the characteristics of that function. ആ ഫംഗ്ഷന്റെ സ്വഭാവം അനുസരിച്ച് is able to receive more than one quantities, but definitely it will return a single value. Function always retains a single value. Okay, അത് മനസ്സിലാക്കുക. Function always returns a single value. Okay, let me show a function using this circuit. This is a function. I am going to describe a function with the help of this circuit. This is an electronic circuit. Here you can see a light. Here L indicates that it's a light. Okay, this is a light, and L is the name of the light. Okay, so L ഒരു ലൈറ്റ് ആണ്. നിങ്ങൾക്ക് ഒരു സിമ്പിൾ സർക്യൂട്ട് ആണ്, നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റുന്ന ഒരു സർക്യൂട്ട് ആണ്. It's a light, and this light is controlled by a switch. S indicates the switch. Okay, and remember this L and S are the names of the light and the switch respectively. Okay, and the light is powered by a power supply. You can see here the power supply. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഗ്രൗണ്ട് ജസ്റ്റ് ഡയറക്റ്റ് കണക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. രണ്ടും ഒരു കണക്ഷൻ ഉണ്ട്, ഗ്രൗണ്ടിലേക്ക് കൊടുക്കുകയാണ്. സോ ദർ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ ദീസ് ടു ടെർമിനൽസ്. നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇവിടെ സിമ്പിൾ ഒരു സർക്യൂട്ട് ആണ് ഇതല്ലേ. അപ്പം ഞാൻ ഒന്നും കൂടെ പറയാം. L is a light that is controlled by the switch S and which is powered by a power supply. അപ്പോൾ സ്വിച്ച് എന്ന് പറഞ്ഞാൽ this is a mechanical switch. ഓക്കെ, നമുക്ക് കാണാവുന്ന ഒരു മെക്കാനിക്കൽ സ്വിച്ച് ആണ്. അപ്പൊ assume now the switch is open. സ്വിച്ച് ഓപ്പൺ ചെയ്യിക്കണം. സ്വിച്ച് ഓപ്പൺ ആണെന്ന് പറഞ്ഞാൽ സ്വിച്ച് is ഓഫ് എന്ന് പറയാം അല്ലെ. സ്വിച്ച് ഓഫ് ആണ്. സ്വിച്ച് ഓഫ് മീൻസ് എന്താണ്? ആ സർക്യൂട്ട് ഓപ്പൺ ആയിരിക്കുകയാണ്. സർക്യൂട്ട് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കും. സോ there will not be any flow of current. കറണ്ടിന്റെ ഒരു ഫ്ലോ അവിടെ നമുക്ക് ഉണ്ടാവില്ല. ബിക്കോസ് ദ സർക്യൂട്ട് ഈസ് ഓപ്പൺ. സിൻസ് ദ സ്വിച്ച് ഈസ് in off stage. ഓഫ് സ്റ്റേജിലാണ് അല്ലെ. സ്വിച്ച് ഓഫ് സ്റ്റേജിലാണ്. സംടൈംസ് വി ക്യാൻ ടേൺ ഇൻടു ഓൺ. നമുക്ക് ചില സമയത്ത് ഈ സ്വിച്ചിനെ നമുക്ക് ഓൺ ആക്കി മാറ്റാം അല്ലെ. ഓൺ ആക്കാം, നിങ്ങൾ ഓൺ എന്ന് പറയും. ഓക്കെ, അപ്പൊ സ്വിച്ച് ക്യാൻ ബി either in off stage or on stage. When the switch is on, the circuit is closed circuit. Circuit is a closed circuit. When the switch is off, the circuit will be an open state, circuit. Clear? You understand this? അപ്പോൾ നമ്മുടെ സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നില്ല. പവർ സപ്ലൈയിൽ നിന്ന് ലൈറ്റ് വഴി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നില്ല അല്ലെ. അതുപോലെ സ്വിച്ച് ക്ലോസ് ചെയ്തിരിക്കുന്ന സമയത്ത് there will be a current flow through the switch. സ്വിച്ച് വഴി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുകയും ചെയ്യും. ക്ലിയർ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ സ്വിച്ചിന് രണ്ട് സ്റ്റേറ്റ് ഉണ്ട് അല്ലെ. സ്വിച്ചിന് രണ്ട് സ്റ്റേറ്റ് ഉണ്ട്. ഈ സ്റ്റേറ്റ് ഏതൊക്കെയാണ്? ഓഫ് സ്റ്റേറ്റ്, ഓൺ സ്റ്റേറ്റ്. ആൻഡ് ഹിയർ the X, I use this X to denote the state of the switch. Here X is what? That describes the state of the switch. State of the switch. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇന്ററപ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ സ്വിച്ചില് S is the name of the switch, while X is what? X is the state of the switch. സാറേ ഓഡിയോ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ. അതെയോ? ഒട്ടും കേൾക്കുന്നില്ല സാർ.
കേൾക്കുന്നുണ്ട്, പക്ഷെ ഓഡിയോ ചെറിയൊരു വിട്ടുപോകുന്ന കുട്ടികൾ കുറച്ച് പേര് അങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, ഓഡിയോ ക്ലിയർ അല്ല. സാർ ഞാൻ പറയുന്നത് സാറിന് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. സാറിന് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണ്, ഇടയ്ക്ക് പക്ഷെ ഒരു ചെറിയൊരു എക്കോ പോലെ വരുന്നുണ്ട്, ഫീൽ ചെയ്യും. എക്കോ? ഒരു നിമിഷം സാറേ, ഒരു നിമിഷം സാറേ. സാറേ അവിടെ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് എക്കോ കേൾക്കുന്നുണ്ട്. സാർ ഇവിടെ ഒരു അടുത്തൊരു സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ. അതായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, താങ്ക് യു സാർ, അറിയിച്ചു നന്ദി. നമുക്ക് വരാം. അപ്പൊ ഓർക്കുക, നമുക്ക് സ്വിച്ചിന് രണ്ട് സ്റ്റേറ്റ് ഉണ്ട്. എന്താണ്? ഓൺ സ്റ്റേജും ഓഫ് സ്റ്റേജും. അവിടെ എക്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ദാറ്റ് ഈസ് വാട്ട് ദ സ്റ്റേറ്റ് ഓഫ് ദി സ്വിച്ച്. ഫോർ എക്സാമ്പിൾ, ഇഫ് എക്സ് ഈസ് ഓഫ്, എക്സ് ഈസ് ഓഫ് മീൻസ് വാട്ട്? കറന്റ് സ്വിച്ച് നമ്മൾ എന്താണ്? ഓഫിലാണ് ഇട്ടിരിക്കുന്നത്, അല്ലെ? അതുപോലെ നമുക്ക് പറയാൻ പറ്റും, ഇഫ് എക്സ് ഈസ് ഓൺ മീൻസ് വാട്ട്? സ്വിച്ച് ഈസ് ടേൺ ഓൺ. അത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവിടെ വൈ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്. അപ്പൊ വൈക്ക് ഒരു ലൈറ്റിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അല്ലെ? എന്താണ് ലൈറ്റിന്റെ ഫംഗ്ഷൻ? ഓൺ ആയിരിക്കുക അല്ലെങ്കിൽ ഓഫ് ആയിരിക്കുക. അപ്പൊ ഈ ഫംഗ്ഷൻ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് എഫ് എന്ന് യൂസ് ചെയ്താണ്. ഓക്കെ, അപ്പൊ എൽ, ഈ ഫംഗ്ഷൻ നമുക്ക് എൽ എന്ന് തന്നെ പറയാം. ഓക്കെ, എൽ ഇങ്ങനെ എഫിന് വരെ എൽ യൂസ് ചെയ്യുന്നത്, യു കെൻ യൂസ് എഫ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എൽ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ട് ഞാൻ എൽ എന്ന് തന്നെ എഴുതാണ്. സോ ദ ഫംഗ്ഷനാലിറ്റി ഓഫ് ദ ലൈറ്റ് എൽ, that is controlled by the switch. Okay, the light is controlled by the switch, you know that. അപ്പൊ നമുക്ക് എഴുതാം, the function L is over x. The L is over x. Okay, അപ്പൊ എല്ലിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ എല്ലിന്റെ ഫംഗ്ഷനാലിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇഫ് എക്സ് ഈസ് ഓൺ, what will be the function of L? X is off, what will be the function of L? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താണ് കൊടുക്കുന്നത്? ഈ സർക്യൂട്ടിലെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ആണ്. ബേസിക്കലി ദാറ്റ് ഈസ് എക്സ്. ഔട്ട്പുട്ട് എന്താണ്? ഞാൻ ഈ ഔട്ട്പുട്ട് എന്ന് എഴുതുന്ന ഒ പി എന്ന് എഴുതുക, ദാറ്റ് ഈസ് ഔട്ട്പുട്ട്. ഐ പി മീൻസ് ഇൻപുട്ട്. അപ്പൊ ഇവിടെ ഔട്ട്പുട്ട് നമുക്ക് എന്താണ് നമുക്ക് കിട്ടുന്നത്? എൽ ഓഫ് എക്സ് ആണ്, അല്ലെ? ലൈറ്റിന്റെ എൽ ഓഫ് എക്സ്, ദാറ്റ് ഈസ് ഫംഗ്ഷൻ. അപ്പൊ വെൻ ദ ഇൻപുട്ട് എക്സ് ഈസ് ഓഫ്, എക്സ് ഓഫ് ആണെങ്കിൽ എന്താണ്? there is no current flow, obviously the light will turn off. അതുപോലെ തന്നെ സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി സ്വിച്ച് ലെറ്റ് ഇറ്റ് ബി ഓൺ ആണെന്നിരിക്കുക. ഓൺ ആകുമ്പോൾ there will be a current flow and എന്താണ്? ലൈറ്റ് ടേൺ ടു ഓൺ. അപ്പൊ നമുക്ക് എഴുതാം ലൈറ്റ് എന്തായിരിക്കും? നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? ഓൺ കിട്ടും. ഓക്കെ, അപ്പൊ ഈ ടേബിൾ നിങ്ങൾ നോക്കൂ. ഈ ടേബിളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഇൻപുട്ട് ഉണ്ട്. ഇവിടെ ഇൻപുട്ട് എന്താണ്? സ്റ്റേറ്റ് ഓഫ് ദി സ്വിച്ച്. അതുപോലെ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ട്. ഔട്ട്പുട്ട് എന്താണ്? സ്റ്റേറ്റ് ഓഫ് ദി ലൈറ്റ്. സ്റ്റേറ്റ് ഓഫ് ദി ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷൻ ആയിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അല്ലെ? എൽ ഓഫ് എക്സ് തന്നെ. നമ്മളിവിടെ എൽ എന്ന് കൊടുത്തിരിക്കുന്ന നെയിം ഓഫ് ദ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് ഫംഗ്ഷൻ? ഇവിടെ ലൈറ്റ് ആണ്, അതുകൊണ്ടാണ് എൽ കൊടുത്തത്. നമുക്ക് എന്ത് വേണേലും പേരുകൾ കൊടുക്കാം അവിടെ. അപ്പൊ ലൈറ്റിന്റെ ഫംഗ്ഷനാലിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആ ഒരു എക്സിനെ മാത്രമാണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, so this table that describes the function of this circuit. അപ്പോൾ ഈ ടേബിൾ എന്താണ് പറയുന്നത്? The functionality of this circuit. ഇത് വളരെ സിമ്പിൾ സർക്യൂട്ട് ആണ്, ഇതിന്റെ ഫംഗ്ഷനാലിറ്റി ആണ് പറയുന്നത്. Hope you understand this. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് let's move on to the next topic. അപ്പം ഞാൻ കുറച്ച് മുമ്പ് വരച്ച അതേ ടേബിൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ടേബിളെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ട്രൂത്ത് ടേബിൾ എന്ന് പറയാറുണ്ട്. എന്താണ് ട്രൂത്ത് ടേബിൾ? അപ്പൊ ഒരു സർക്യൂട്ടിന്റെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ ഫംഗ്ഷനാലിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന ടേബിൾ ആണ് ട്രൂത്ത് ടേബിൾ. ഇവിടെ നമുക്ക് ഇൻപുട്ട് ഉണ്ട്. നിങ്ങൾക്ക് എക്സ് ഈസ് ദ ഇൻപുട്ട്. എൽ ഓഫ് എക്സ്, എൽ ഓഫ് എന്ന ഫംഗ്ഷൻ ആണ്. അതിന് ഞാനൊരു വൈ എന്ന് പറഞ്ഞത് വീണ്ടും കൊടുത്തിട്ടുണ്ട്. വൈ ഈസ് സംതിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ വേണമെങ്കിൽ ദിസ് ഇസ് വൈ എഴുതാം. ഇവിടെ നമുക്ക് എക്സ് എഴുതിയ പോലെ എന്താ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും? ദിസ് ഇസ് വൈ. വൈ ഈസ് വാട്ട്? ദ സ്റ്റേറ്റ് ഓഫ് ദി ലൈറ്റ്. ഓക്കെ, when x is off, the y will be off. When x is on, the y will be on. Okay, ഇവിടെ നോക്കൂ. ഈ എക്സാമ്പിളിൽ നമ്മൾ രണ്ട് വാല്യൂസ് ആണ് യൂസ് ചെയ്തത്, അല്ലെ? രണ്ട് വാല്യൂസ് ആണ്. വി യൂസ് 2 values in our example. Okay, ലൈറ്റ് കൺട്രോൾ ബൈ സ്വിച്ച് എന്നായിരുന്നു നമ്മൾ ആ എക്സാമ്പിളിന്റെ പേര് കൊടുത്തത്. ഏതൊക്കെയാണ് വാല്യൂസ് എന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്?
ഇവിടെ കൊടുത്ത രണ്ട് വാല്യൂസ്, ആ ടേബിളിൽ നമ്മൾ രണ്ട് വാല്യൂസ് കൊടുത്തു. ഏതൊക്കെയായിരുന്നു വാല്യൂസ്? യെസ്, വാല്യൂസ് ആർ ഓഫ് ആൻഡ് ഓൺ. ശരിയല്ലേ? അപ്പൊ നമ്മൾ കൊടുത്ത വാല്യൂസ് ഓഫും ഓണും ആയിരുന്നു. ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഓൺ. ഓഫിന്റെ ഓപ്പോസിറ്റ് ആണ് ഓൺ. അതുപോലെ ഓഫിന് ഒരൊറ്റ ഓപ്പോസിറ്റേ ഉള്ളൂ, ദാറ്റ് ഈസ് ഓൺ. അതുപോലെ ഓൺ എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ഓഫ് എന്താണ്? ഓണിന്റെ ഓപ്പോസിറ്റ് ആണ്. ആൻഡ് ഓൺ ഹാസ് എ സിംഗിൾ എക്സാക്ട്ലി വൺ ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് ഓഫ്. അല്ലെ? അപ്പൊ ഈ രണ്ട് വാല്യൂസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ രണ്ട് വാല്യൂസും പരസ്പരം ഓപ്പോസിറ്റ് ആണ്. അതുപോലെ ഒരൊറ്റ ഓപ്പോസിറ്റേ ഉള്ളൂ ഓരോന്നിനും. ഇങ്ങനെയുള്ള വാല്യൂസിന് നമ്മൾ കോമൺലി ദോസ് വാല്യൂസ് ആർ ടേംഡ് ആസ് ബൂലിയൻ വാല്യൂസ്. ഓക്കെ, ബൂലിയൻ വാല്യൂസ്. ബൂലിയൻ വാല്യൂസ് നമുക്ക് ഇഷ്ടമുള്ള ബൂലിയൻ വാല്യൂസ് നമുക്ക് തന്നെ ഡിഫൈൻ ചെയ്യാം. ബൂലിയൻ വാല്യൂസിലെ ഇൻ അവർ പ്രീവിയസ് എക്സാമ്പിൾ വി യൂസ് ടു ബൂലിയൻ വാല്യൂസ്, ദോസ് ആർ ഓഫ് ആൻഡ് ഓൺ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. അപ്പൊ അതുപോലെ നമുക്ക് ബൂലിയൻ വാല്യൂസിനെ ഇനിയും നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ നമ്മൾ ആദ്യം യൂസ് ചെയ്ത ഓഫ് ആൻഡ് ഓൺ ആയിരുന്നു. അപ്പൊ നമ്മുടെ കോണ്ടെക്സ്റ്റ്, നമ്മുടെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് യൂസ് ചെയ്യാം. നമ്മൾ ഈ ഓൺ ഓഫ് നമ്മൾ ഒരു സർക്യൂട്ട് യൂസ് ചെയ്തു, ഒരു സർക്യൂട്ട് സ്വിച്ചിൽ യൂസ് ചെയ്തു അല്ലെ? ഒരു മെക്കാനിക്കൽ സ്വിച്ചിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റിയ ബൂലിയൻ വാല്യൂസ് ആയിരുന്നു ഓൺ ഓഫ്. കൺസിഡർ ബൈനറി സിഗ്നൽ. ഓക്കെ, ഇങ്ങനെ ഒരു ബൈനറി സിഗ്നൽ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് വരുമ്പോൾ either 0 or 1 അല്ലെ? 0 or 1 അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. 0 or 1. അപ്പൊ നമ്മൾ അവിടെ യൂസ് ചെയ്യുമ്പോൾ 0 or 1 എന്നായിരിക്കും യൂസ് ചെയ്യുന്നത്. Two distinct values. 0 here we can consider the 0 is the opposite of 1. അതുപോലെ സിമിലർലി നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം? ഹൈ ഓർ ലോ. ചില സർക്യൂട്ട് നമ്മൾ ഹൈ ഓർ ലോ എന്ന് കൊടുക്കും. ഹൈ വാല്യൂ, ലോ വാല്യൂ, ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ്. ഓക്കെ, അതുപോലെ നമുക്ക് ചില സമയത്ത് നമ്മൾ സെയിം ഓർ ഡിഫറെന്റ്, സെയിം ഓർ ഡിഫറെന്റ്, ഓക്കെ, സെയിം ഓർ ഡിഫറെന്റ്. ചില സമയത്ത് നമുക്ക് ചില ലോജിക്കുകളിലെ ട്രൂ ഓർ ഫോൾസ്, ട്രൂ ഓർ ഫോൾസ്, അതിന് നമുക്ക് ടി ഓർ എഫ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഈ പറയുന്നതൊക്കെ എന്താണ്? ദോസ് തിങ്സ് ആർ നത്തിങ് ബട്ട് ബൂലിയൻ വാല്യൂസ്. ദോസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ വേരിയസ് സിറ്റുവേഷൻസ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ബൂലിയൻ വാല്യൂസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ബൂലിയൻ വാല്യൂസും എഴുതാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. ഓർത്തിരിക്കുക, when you define a boolean value there should be its opposite boolean value. അത് മാത്രം ഓർക്കുക. Every boolean value has exactly one opposite boolean value. So ഇത് നോക്കുക, keep it mind. High, low, 1, 0, same, different, true, false, TF, on, off, and so on. ഇതെല്ലാം എന്താണ്? Those are some examples of boolean values. Have you got it? And we use two other things, x and y. Okay, നമ്മൾ എക്സും വൈ എന്ന് പറഞ്ഞ രണ്ട് കാര്യം ചെയ്യും. ഓക്കെ, ബട്ട് അതെ അവരെന്തായിരുന്നു? നമ്മൾ എക്സാമിൽ നമ്മൾ ഓഫ് ഓൺ ഓഫ് എന്ന് പറഞ്ഞ ദോസ് ആർ ബൂലിയൻ വാല്യൂസ് എന്ന് പറഞ്ഞു. Then what are x and y? Sometimes x is sometimes in our example sometimes x was off, sometimes x was on, like. Okay, depends on the value of x. We got y as what o for on. Okay, so we can assign some boolean values to x or y. You can assign off to x. You can assign on to f. Here, off and on are the boolean values. You know that. And here the x is nothing but variable. Okay, that's why we can assign different values. X should be a variable. Then only we can assign different values to x. Okay? So x and y, obviously here x and y are what the variables. That's why those can receive different values. And more specifically, we can say that these x and y are boolean variables, because those are able to receive boolean values. So here the x and y are boolean variables. So now it's time to define what is a boolean variable. A boolean variable is nothing but that can receive boolean values only. I will repeat, a boolean variable is a variable and that is able to receive boolean values. For example, let a is a boolean variable. It's a boolean variable.
you can assign a boolean value to a. For example, you can assign a is equal to true. Here, true is a boolean value. Similarly, you can assign a false to a. Why? Here a is a boolean variable, but the an assignment a is equal to 10.7 is not valid because the 10 point here, the 10.7 is not a boolean value. So this assignment a is equal to 10.7 is not a value, even though the a is a variable. A is a A is a boolean variable. So you can assign a boolean value. We can only assign a boolean value to a. Hope you understand this. Okay. Now let's consider another circuit. Okay, this is also an electronic circuit. Instead of one switch, here we have two switches. Here we have two switches. I'm going to label these switches. This is S1 and S2. Okay. Okay, we have two switches, S1 and S2, and we use two variables, x1 and x2. The x1 and x2. These are two variables that describes what the states of the switches S1 and S2. This describes what states of the switches. And here you can see these switches are connected serially. Okay, serially connected. Okay, this is a little bit enhanced version of our previous example. Okay, here the light L is controlled by two switches instead of one, and these two switches are S1 and S2. Okay, let me show the functionality of this circuit. Here we have two inputs. What are those inputs? X1 and X2. These are the states of the switches, and we have one output. Let it be Y. Y is what? The L of X1 and X2. Okay, because the function is over two inputs X1 and X2. Here L is what? L is a function that is over X1 and X2. Assume the both switches are off. Both switches are in off. രണ്ടും ഓഫ് ആണെന്ന് വിചാരിക്കാം. അപ്പോഴാണ് സർക്യൂട്ട് ബ്രേക്ക് ആയിരിക്കുകയാണ് അല്ലെ. അപ്പം ദ ലൈറ്റ് എന്താണ്? ദ ലൈറ്റ് വിൽ ടേൺ ഓഫ്. ഡെഫിനറ്റ്ലി ദ ലൈറ്റ് വിൽ ടേൺ ഓഫ്. കാരണം രണ്ട് സ്വിച്ചും എന്താണ്? ഓപ്പൺ ആയിരിക്കുകയാണ്. ഇങ്ങനെ ഓപ്പൺ ആയിരിക്കുകയാണ് അല്ലെ. അപ്പൊ കറണ്ട് ഫ്ലോ ഉണ്ടാവുമോ ഇതുവഴി? സിമ്പിൾ ലോജിക്കാണ് അല്ലെ. പോളിടെക്നിക് പഠിക്കുന്ന നിങ്ങളോട് ഇനി അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. രണ്ട് സ്വിച്ച് ഓപ്പൺ ആകുമ്പോൾ ഇതുവഴി കറണ്ട് ഫ്ലോ ഇല്ല. അപ്പൊ എന്തായിരിക്കും? ലൈറ്റ് എന്തായിരിക്കും? ഓഫ് ആയിരിക്കും. ഇനി നമുക്ക് നോക്കൂ, ഒരു സ്വിച്ച് ഞാൻ ഓണും ഒരെണ്ണം ഓഫും ആകാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്വിച്ച് X1 എന്നുള്ള ഓഫ് ആയിട്ടാണ് ലെറ്റ് ഇറ്റ് ബി റിമെയിൻ ഓഫ്. ആൻഡ് സെക്കൻഡ് സ്വിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? ഓൺ ആക്കുകയാണ്. സെക്കൻഡ് സ്വിച്ച് ഞാൻ ഓൺ ആക്കുകയാണ്. അപ്പൊ സെക്കൻഡ് സ്വിച്ച് ഞാൻ ഓൺ ആക്കാം. അപ്പൊ ഇതൊന്ന് ക്ലോസ് ആയി. ഇപ്പോഴും കറണ്ട് ഫ്ലോ ഉണ്ടാകുമോ? ഇപ്പോഴും കറണ്ട് ഫ്ലോ ഉണ്ടാകില്ല. വൈ? എന്തായിരിക്കും? സ്റ്റിൽ X1 ഈസ് ഓഫ്. X1 ഓഫ് ആണ് അല്ലെ. ഇപ്പോഴും X1 ഓഫ് ആണ്. X1 ഓഫ് ആയതുകൊണ്ട് സർക്യൂട്ട് ഇപ്പോഴും എന്താണ്? ബ്രേക്ക് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. സോ ഇപ്പോഴും നമുക്ക് ബൈ ഔട്ട്പുട്ട് ലൈറ്റ് ഓഫ് ആയി തന്നെ കിടക്കണം. നമുക്ക് ഒന്നും കൂടെ നോക്കാം, തിരിച്ചു നോക്കാം. ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് ലെറ്റ് X1 ഈസ് ഓൺ ആൻഡ് X2 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് S1 ആണ്. ഇവിടെ നമുക്ക് S2 ഓപ്പൺ ആക്കിയിരിക്കാം, ഓഫ് ആയിരിക്കാം, ആൻഡ് S1 ഓൺ ആക്കിയിരിക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ചെയ്യാം. അപ്പൊ തിരിച്ച് അപ്പോഴും കണ്ടീഷൻ ഒരു മാറ്റം ഉണ്ടാവില്ല. എന്താണ്? ഓഫ് ആയിട്ട് തന്നെ. ശരിയല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് സ്വിച്ചും ഓൺ ആക്കും. we turn on both switches. രണ്ടും ഓൺ ആയിട്ടിരിക്കുന്നു വിചാരിക്കും. രണ്ടും ഓൺ ആയിരിക്കുമ്പോൾ എന്താണ് സംഗതി ഉണ്ടാവും? ഓക്കെ ആകും അല്ലെ. അപ്പൊ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദീസ് ടു സ്വിച്ചസ് ആൻഡ് ദ ലൈറ്റ് വിൽ ടേൺ ഓൺ. ശരിയല്ലേ? ശരിയല്ലേ? സിമ്പിൾ അല്ലേ? അപ്പം രണ്ട് സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോഴും ഓഫ് ആണ്. ഓഫ് ഓഫ് ഓഫ്. ഓഫ് ഓൺ റിസൾട്ട്സ് ഓഫ്. ഓൺ ഓഫ് റിസൾട്ട്സ് ഓഫ്. ആൻഡ് ഓൺ റിസൾട്ട്സ് വാട്ട്? ഓൺ. രണ്ട് ഓൺ ആയി മാത്രമേ ഉള്ളൂ. സോ ദിസ് ട്രൂ ടേബിൾ ഷോസ് ദ ഫംഗ്ഷനാലിറ്റി ഓഫ് ദിസ് ഗിവൺ സർക്യൂട്ട്. ഈ സർക്യൂട്ട് ഫംഗ്ഷനാലിറ്റി ആണ് ഇത് കാണിക്കുന്നത് അല്ലെ. ഈ ഫംഗ്ഷൻ നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ പറയുന്ന എന്താണ്? ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയും. വാട്ട് ഈസ് ദ ആൻഡ് ഫംഗ്ഷൻ? So I have explained the and function using this
ഓക്കെ, ഞാൻ ഈ സർക്യൂട്ട് എന്തിനു വേണ്ടി യൂസ് ചെയ്തത് നിങ്ങൾക്ക് ആൻഡ് ഫംഗ്ഷൻ പറഞ്ഞുതരാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ ഈ സർക്യൂട്ട് ആണ് ആൻഡ് ഫംഗ്ഷൻ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ദിസ് സർക്യൂട്ട് ഷോസ് ആൻഡ് ഫംഗ്ഷൻ, അങ്ങനെ വേണം വിചാരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു സർക്യൂട്ടിലായതുകൊണ്ട് ഐ ഹാവ് യൂസ്ഡ് ഓഫ് ആൻഡ് ഓൺ. നമുക്ക് ഈ ഓഫിന് പകരം ഞാൻ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്, ഓഫിന് പകരം ഞാൻ എന്ത് ചെയ്തു, സീറോ എന്ന് യൂസ് ചെയ്തു. ഓക്കെ, ആൻഡ് ഓണിന് ഞാൻ ഗോയിങ് ടു യൂസ് 1 for ഓഫ്. ഓക്കെ, അപ്പൊ ഇവിടെ 0 1 എന്ന് പറഞ്ഞാൽ those are nothing but two symbols. 0 and 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ട് സിമ്പിൾ ആയിട്ട് മാത്രം അയക്കുക. നിങ്ങൾ ഇപ്പൊ തൽക്കാലം അതിനെ ഡെസിമൽ ആണോ ബൈനറി ആണോ എന്നൊന്നും നിങ്ങൾ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ജസ്റ്റ് 0 and 1, those are two boolean values. അപ്പം the opposite of 0 is what 1 and opposite of 1 is what 0. അങ്ങനെ യൂസ് ചെയ്യാം. അങ്ങനെ നമുക്കൊരു ജനറൽ അപ്രോച്ച് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ലോജിക് ഫംഗ്ഷൻ ഞാൻ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഈസ് വാട്ട് എൽ എന്ന് കൊടുത്തിരിക്കുകയാണ്. എൽ that receives two boolean values through x1 and x2, okay? And it results x1 and x2. Note this point, x1 and x2. Here this is an operator. This is what operator? And operator. അപ്പോൾ ഇവിടെ ആൻഡ് ഓപ്പറേറ്ററിന് ഇപ്പോൾ ആൻഡ് ഫംഗ്ഷന് വേണ്ടി നിങ്ങൾക്ക് ഒരു ഓപ്പറേറ്റർ ഉണ്ട്, ദാറ്റ് ഇസ് ദാറ്റ് ഡോട്ട്. ഓക്കെ, അപ്പൊ ഈ പോയിന്റിന് നിങ്ങൾക്ക് ആൻഡ് ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. സോ x1 and x2. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം, പഴയ എക്സാമ്പിളിൽ നമുക്ക് പറയാം ഓഫ് ആൻഡ് ഓഫ്, ഓഫ് ആൻഡ് ഓഫ് റിസൾട്ട്സ് ഓഫ്. ഓക്കെ, ആൻഡ് ഓഫ് ആൻഡ് ഓൺ which is equal to on and off is equal to off. Okay, now you can write on and on is equal to on. Okay, അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഇതിന്റെ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് L of x1, x2 or L of L is a function over x1 and x2 which is equal to x1 and x2. You can use this symbol operator, operator. This is and operator. This is a logical and operation. Which result L is equal to L, which result what? L will be 1. L will be, it returns 1 if both inputs are 1. നമ്മൾ കണ്ടല്ലോ പഴയ എക്സാമ്പിളിലെ രണ്ടും ഓൺ ആയാൽ മാത്രമേ എന്ത് പറ്റൂ, നമുക്ക് ഔട്ട്പുട്ട് ഓൺ ആകത്തുള്ളൂ അല്ലെങ്കിൽ 1 ആകത്തുള്ളൂ. അല്ലെങ്കിൽ ബാക്കി എല്ലാ കണ്ടീഷനിലും എന്താണ്, അതർവൈസ് ദാറ്റ് വിൽ ടേൺ ഓഫ് നമ്മൾ പറഞ്ഞു. അതർവൈസ് L will be 0. അപ്പോൾ L 1 ആണെങ്കിൽ the AND function returns 1 if its all inputs are 1. Okay, the AND function will return 1 if its all inputs are 1, and it will definitely return 0 if at least one input is 0. Okay, AND function will return 0 if at least one input is 0. That is the property of AND function. You can write this sentence on your notebook. The output of AND function will be 1 if and only if. IF means if and only if. Okay, അപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ക്ലോസ് ഉണ്ട് അല്ലെ, റൈറ്റ് സൈഡിൽ ഒരു ക്ലോസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് ഓഫ് ദ ഫംഗ്ഷൻ വിൽ ബി 1 if all inputs are 1. അതാണ് ഒരു മീനിങ്. ഇനി നമുക്ക് പറയാം if all inputs are 1 the output will be 1. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറയാൻ പറ്റും, രണ്ട് ക്ലോസും നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റും. അതാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറയുന്നത്. അപ്പൊ ഔട്ട്പുട്ട് 1 ആണെങ്കിൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഇൻഫർ ബട്ട് ഓൾ ഇൻപുട്സ് ആർ 1 എന്ന് പറയാൻ പറ്റും. ഇഫ് അതുപോലെ ഓൾ ഇൻപുട്സ് ആർ 1 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഔട്ട്പുട്ട് വിൽ ബി 1. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഒരു ഡ്യുവൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് രണ്ട് പ്രോപ്പർട്ടി അല്ല, ദാറ്റ് ഫംഗ്ഷൻ ഹാസ് എ സിംഗിൾ പ്രോപ്പർട്ടി, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്താണോ പറയുന്നത് അതിന്റെ ഡ്യുവൽ ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ബോത്ത് ആർ സെയിം, രണ്ടും സെയിം തന്നെയാണ്. നിങ്ങൾ ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ ബോത്ത് ആർ സെയിം. ഇത് തന്നെയാണ് ആദ്യം ഞാൻ എഴുതിയിരിക്കുന്ന കാര്യം തന്നെയാണ് രണ്ടാമത് ഒന്നും കൂടെ അതിന്റെ ഡ്യുവൽ ഫോമിൽ എഴുതുന്നുള്ളൂ. അവിടെ നമ്മൾ പറയാം ഔട്ട്പുട്ട് ഓഫ് ആൻ ആൻഡ് ഫംഗ്ഷൻ വിൽ ബി 0 if at least one input is 0. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് 0 ആയിരിക്കും. അല്ലെങ്കിൽ ഔട്ട്പുട്ട് 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും at least one of its input is 0. Hope you understand this. So this is the truth table of an AND gate. Here is 2 input AND function. Okay, this is the truth table of 2 input AND function. 2 input.
This function is a two input AND function. The function receives two values through x1 and x2. Here x1 and x2 are two variables. You know that when x1 is 0, when you are assigning to 0 to x1, when we are assigning 0 to x1 and 0 to x2, both inputs are 0. What will be the output? 0. Okay. അതാണ് ഒരു പ്രോപ്പർട്ടി പറയുന്നത്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. That is what is AND function. Now 1 0. What will be the output? 0. Take the last situation, last condition. Here the both inputs are 1. Both inputs are 1. x1 and x2 both are 1. All inputs are 1. So the output will be 1. Okay. This is the truth table of function. I will repeat: 0 0 result 0, 0 1 result 0, 1 0 result 0, and 1 1 result 1. Okay. Now let's move on to the next function, that is OR function. Here, like our AND function, here also we are using two switches, but those switches are in parallel. S1 and S2 are there, okay, but the switches are installed parallel. Parallel install ചെയ്തിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. x1 and x2 are inputs, okay, and y is the function or functional over x1 and x2. The x1 and x2 are input, y is the output. Okay. ഇവിടെ നമ്മൾ രണ്ട് ഇൻപുട്ടും രണ്ട് സ്വിച്ചസും ഓഫ് ആണെന്ന് വിചാരിക്കുക. Assume both switches are turned off. രണ്ടും ഓഫ് ആണ്. രണ്ട് ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. There will not be any current flow. കാരണം രണ്ട് സ്വിച്ചും ഓഫ് ആണ്. രണ്ട് സ്വിച്ച് ഓഫ് ആണ്. രണ്ട് സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞാൽ സർക്യൂട്ട് ഓപ്പൺ ആയിരിക്കാൻ, അല്ലെ, ക്ലോസ്ഡ് സർക്യൂട്ട് അല്ല, ഇങ്ങനെ ഓപ്പൺ ആയിരിക്കാൻ. ഇതും ഓഫാണ്, ഇതും ഓഫാണ്. ഓക്കെ, രണ്ടും ഓഫാണ്. അപ്പൊ നമുക്ക് ഡെഫിനറ്റ്ലി എന്തായിരിക്കും ഔട്ട്പുട്ട്? ലൈറ്റ് കത്തുമോ? ഇല്ല, ലൈറ്റ് കത്തില്ല. ഇനി നമുക്ക് ഒരെണ്ണം ഓൺ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത്. സ്വിച്ച് 2, രണ്ടാമത്തെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, രണ്ടാമത്തെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ പോർഷനിൽ ആ ഒരു വയർ എന്ന് പറഞ്ഞാൽ ക്ലോസ് ആകും, അല്ലെ? ആ ക്ലോസ് ആകുകയും ചെയ്യും, കറന്റ് ഫ്ലോ ഉണ്ടാകുകയും ചെയ്യും ഇങ്ങനെ വഴി ത്രൂ S2. Okay, while S2 is on, there will be a current flow through the switch S2 and the light will turn on. സംശയമൊന്നും വേണ്ട. S2 അവിടെ ക്ലോസ്ഡ് ആണ്, S2 ക്ലോസ്ഡ് ആണ്. അപ്പൊ കറന്റ് ഫ്ലോ S2 വഴി ഉണ്ടാവും, S1 വഴി ഉണ്ടാവില്ല. S1 അവിടെ ഓപ്പൺ ആയി കിടക്കും. നമുക്ക് കറന്റ് ഫ്ലോ ഉണ്ടായാൽ മതി, അല്ലെ? നമുക്ക് എന്ത് വേണം? ഒരു കറന്റ് ഫ്ലോ ഉണ്ട്. കറന്റ് എപ്പോഴും നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ, അസ്യൂം ദ കറന്റ് ഫ്ലോ ലൈക്ക് വാട്ടർ ഫ്ലോ. വെള്ളം എങ്ങനെയാണ് ഒഴുകുന്നത്? അതിനൊരു വഴി ഉണ്ടെങ്കിൽ അത് അങ്ങ് ഒഴുകിക്കോളും. അതുപോലെ ഏറ്റവും തടസ്സമില്ലാത്ത വഴി കൂടെ, ഒന്നിൽ കൂടുതൽ വഴിയുണ്ടെന്ന് വിചാരിക്കുക. അപ്പം തടസ്സമില്ലാത്ത വഴിയിലൂടെ അതങ്ങ് ഒഴുകിക്കോളും. വെള്ളത്തിന്റെ ഫ്ലോ എങ്ങനെയാണ്? വാട്ടർ ഫ്ലോ പോലെ തന്നെ നിങ്ങൾക്ക് കറന്റ് ഫ്ലോയെ, ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണല്ലോ. അപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് ആണ് അതിനുള്ള ടേം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് തൽക്കാലം ഇത്ര ഇതൊരു അനലോജിയാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു അനലോജി. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഐ ആം ഗോയിങ് ടു ടേൺ ഓഫ് S2 ഞാൻ അങ്ങ് ഓഫ് ചെയ്തു, എന്നിട്ട് x1 ഓൺ ചെയ്തു. ഓക്കെ, ഈ കേസിൽ എന്തുണ്ടാവും? നൗ the state x2 is off and x1 എന്താണ്? ക്ലോസ് ചെയ്തിട്ടുണ്ട്, അല്ലെ? അപ്പം കറന്റ് passes through the switch S1 വഴി പാസ് ചെയ്യുകയും the light will turn on. ഇനി നമുക്ക് ഒന്ന് നോക്കാം. ഇനി വേറൊരു പോസിബിലിറ്റി, we are considering all possibilities. നമുക്ക് എല്ലാ പോസിബിലിറ്റീസും നോക്കണം. 0 0 0 1 1 0 and 1 1. 1 1 എന്ന് പറയുമ്പോൾ അത് ഓൺ എന്നുള്ളതാണ്. സോറി, ഓൺ. നമ്മൾ രണ്ട് ഓൺ ചെയ്ത് നോക്കും. അപ്പൊ ഇവിടെ രണ്ട് ഓൺ ചെയ്യാണ്. അപ്പൊ നമുക്ക് കറന്റ് ഫ്ലോ ത്രൂ ബോത്ത് സ്വിച്ചസ്. രണ്ട് സ്വിച്ചിലും കൂടെ കറന്റ് ഫ്ലോ ഉണ്ടാവും, അല്ലെ? കാരണം നമ്മൾ ഇവിടെ അസംഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സ്വിച്ചും ഒരേ കമ്പനിയുടെ ഒരേ റെസിസ്റ്റൻസ് ഉള്ള സ്വിച്ച് ആണെന്ന് അങ്ങ് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പം ഈ കറന്റ് ഫ്ലോ ചെയ്യും, എങ്ങനെങ്കിലും ഫ്ലോ ചെയ്യും. എന്തായാലും അവിടെ ക്ലോസ്ഡ് സ്വിച്ച് ആയി, ക്ലോസ്ഡ് സർക്യൂട്ട് ആയി. ഓക്കെ, അപ്പൊ രണ്ട് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് ടേൺ ഓൺ ആകും. This is the property of the circuit, and this describes what logical OR function is. Okay? This table that shows what logical OR function is.
അപ്പൊ ലോജിക്കൽ ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഈ ഓർ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായി. ഓഫ് 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 ഓൺ 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 ഓഫ് ഓൺ ആൻഡ് ഓൺ ഓൺ. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഓൺ ആണെങ്കിൽ, ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് വൺ ഇൻപുട്ട് ഈസ് ഓൺ, ഡെഫിനറ്റ്ലി ദ ഔട്ട്പുട്ട് വിൽ ബി ഓൺ. ആൻഡ് നമുക്ക് പറയാൻ പറ്റും ദ ലൈറ്റ് വിൽ ടേൺ ഓഫ് ഇഫ് ഓൾ സ്വിച്ചസ് ആർ ടേൺ ഓഫ്. എല്ലാ സ്വിച്ചസും ടേൺ ഓഫ് ആയാൽ നമുക്ക് എന്തായിട്ടും ലൈറ്റ് ഓഫ് ആകത്തുള്ളൂ. അപ്പൊ ഇത് നമുക്ക് മാത്തമാറ്റിക്കലി ഒന്ന് ചെയ്ത് നോക്കാം. എൽ ഓഫ് എക്സ് വൺ എക്സ് ടു, ഞാൻ എൽ എന്നാണ് സെയിം നെയിം കൊടുക്കുകയാണ്, നമുക്ക് വേറെ പേര് കൊടുക്കാം. എൽ ഓഫ് നമ്മൾ സർക്യൂട്ട് യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ പേര് കൊടുക്കുന്നുണ്ട്. എൽ ഓഫ് എക്സ് വൺ ഈസ് എക്സ് വൺ എക്സ് ടു, എൽ ഓവർ എക്സ് വൺ എക്സ് ടു ഈസ് ഈക്വൽ ടു എക്സ് വൺ ആൻഡ് എക്സ് വൺ ഓർ എക്സ് വൺ ഓർ എക്സ് ടു. ഹിയർ ദിസ് plus symbol indicate what the or operator, or operator. So ഇവിടെ നമ്മൾ this is doesn't mean that is an arithmetic operator, but it is an or operator. What is that? Or operator. നിങ്ങൾ ഇതിനെ or operator ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. It is not an arithmetic addition. It is not an arithmetic addition. Okay, ഇത് arithmetic addition അല്ല. What is that? This is or operation. അപ്പം നമ്മൾ രണ്ട് സിമ്പിൾ പഠിച്ചു. ഫസ്റ്റ് സിമ്പിൾ ആൻഡ് സിമ്പിൾ ഓർക്കാൻ. ദ സെക്കൻഡ് സിമ്പിൾ ഈസ് ഇവിടെ or operator. First operator, sorry, we have studied two operators. The first operator we studied is and operator. Now we have or operator. So the result will be 1. എന്തായിരിക്കും 1 വരുന്നത്? if x1 1 ആയാൽ, അല്ലെങ്കിൽ x2 1 ആയാൽ, അല്ലെങ്കിൽ 2 1 ആയാൽ, അല്ലെ? ഏതെങ്കിലും ഒന്ന് 1 ആയാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ഏതെങ്കിലും ഒരു സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് കത്തും എന്ന് പറയും. ഓക്കെ, ഇനി എന്താണ് ലൈറ്റ് കത്താതിരിക്കണമെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എന്താണ്, രണ്ട് സ്വിച്ചും ഓഫ് ആണെന്ന് ഉറപ്പിക്കാം. ശരിയല്ലേ? രണ്ട് സ്വിച്ചും ഓഫ് ആണെങ്കിൽ നമുക്ക് ലൈറ്റ് ഓഫ് ആണെന്ന് ഉറപ്പിക്കാം. അപ്പൊ നമുക്ക് ഇനി പ്രോപ്പർട്ടി എഴുതാൻ പറ്റും. എന്താണ് പ്രോപ്പർട്ടി? ദ ഔട്ട്പുട്ട് ഓഫ് ദ ഓർ ഫംഗ്ഷൻ വിൽ ബി 1 if and only if at least one input is 1. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ, here 0 and 1 are boolean values, that denotes 0 denotes off and 1 denotes on. Okay, have you got it? The output of an or function will be 1 if and only if it's at least one input is 1. The same thing can be described in another way. That is, the output of an or function will be 0 if all inputs are 0. Both are same. ഈ രണ്ട് സെന്റൻസ് സെയിം ആണ്. ഓക്കെ, now inverting ആണ്. നമ്മളിപ്പോൾ മൂന്നാമത്തെ ഒരു ഫംഗ്ഷനിലേക്ക് പഠിക്കുക. റിമെമ്പർ വി ഹാവ് സ്റ്റഡീഡ് ആൻഡ് ഫംഗ്ഷൻ, or function. Now another function, that is inverting function, inverter, or something is known as node function. So we are going to study node function using this circuit. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് we have two components, the L, and L is the light and S is the switch, and S has a property that is described by X. Okay, X is the state of the switch, you know that. And here, if you observe this circuit, the light L and the switch S are connected parallel. Okay, those are parallel each other. L ഉം S ഉം എന്താണ്, parallel ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. And here an R is there, a resistor is there. ഞാൻ പറയാം, I will tell you why we use this R here. And power supply is also there. അപ്പൊ ഇവിടെ നമുക്ക് ഗ്രൗണ്ട് ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്തിരിക്കും കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇപ്പം assume the switch is on, switch on എന്നാ assume ചെയ്യാം. ഓക്കെ, switch is on, switch. ഓക്കെ, നമ്മൾ ഫോർ ദ സിംപ്ലിസിറ്റി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വിച്ച് ഓഫ് ആണെന്ന് വിചാരിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, assume the switch is off, switch off ആണെന്ന് വിചാരിക്കുക. assume the switch is off. അപ്പൊ നമുക്ക് input is there, initially the switch is off. അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Input is what? Here X is the input, and L of Y is what? L of X. Here we have only one input, that is X. നമുക്ക് ഒരു സ്വിച്ചേ ഉള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇൻപുട്ടേ ഉള്ളൂ. So the function L is over X, that is Y. Assume initially the switch is off. Switch off ആണെന്ന് വിചാരിക്കും. സ്വിച്ച് ഓഫ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? കറന്റ് passes through this resistor വഴി പാസ് ചെയ്തു. ഇനി ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം എന്താണ്, സ്വിച്ചിന്റെ ഇടയ്ക്ക് സ്വിച്ചിൽ ഇവിടേക്ക് പോകാൻ ശ്രമിക്കും. കാരണം എന്താണ്,
സ്വിച്ച് പക്ഷേ ഓപ്പൺ ആണ് അല്ലേ, അവിടെ ബ്രേക്ക് ആയിരിക്കാണ്. സോ നമ്മൾ എന്ത് നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ, ബൈക്കും വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ എന്താണ്, തടസ്സം ഇല്ലാത്ത വഴിയിലൂടെ പോകും അല്ലെ. സോ ദ കറന്റ് പാസസ് ത്രൂ ദ ലൈറ്റ് ആൻഡ് കംപ്ലീറ്റ്സ് ദ സർക്യൂട്ട്. ഓക്കെ, അപ്പൊ ഈ കറണ്ട് എങ്ങനെയാണ്, റെസിസ്റ്റർ വഴി പോയി ലൈറ്റ് വഴി പോയി ഇത് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ടേൺ ഓൺ ആകും. ഓക്കെ അല്ലേ. അപ്പൊ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനില്ല കറണ്ട് പാസ് ചെയ്യുന്ന ഇത് വഴിയാണ്, ലൈറ്റ് വഴി അങ്ങ് പാസ് ചെയ്യും. ഓക്കെ, ലൈറ്റ് വഴി പാസ് ചെയ്യും, സ്വിച്ച് വഴി പാസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എന്താണ്, സ്വിച്ച് ഈസ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അവിടെ ആ ഒരു പോർഷനിലെ സർക്യൂട്ട് ബ്രേക്ക് ആയിരിക്കുകയാണ്. പക്ഷേ സർക്യൂട്ട് ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്, ലൈറ്റ് വഴി സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്. ഇനി നമുക്ക് അസ്യൂം ചെയ്യാം, ഐ ആം ഗോയിങ് ടു ടേൺ ഓൺ ദിസ് സ്വിച്ച്. ഈ സ്വിച്ച് ഞാൻ ടേൺ ഓൺ ചെയ്യാൻ പറ്റും. ഓക്കെ, വാട്ട് വിൽ ഹാപ്പൻ, ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ. അപ്പോൾ ക്ലോസ് ചെയ്തു. ഇത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ കറണ്ടിന് രണ്ട് പാത്ത് ഉണ്ട് ഇപ്പോൾ അല്ലെ. ഒന്ന് എന്താണ്, വൺ ഈസ് ത്രൂ ലൈറ്റ് ആൻഡ് അനദർ ഈസ് ത്രൂ സ്വിച്ച്. എസ് വഴിയും വേണമെങ്കിൽ പോകാം, അതിന് എൽ വഴിയും പോകാം. കറന്റ് ക്യാൻ പാസ് ത്രൂ either ത്രൂ ലൈറ്റ് ഓർ ത്രൂ സ്വിച്ച്, രണ്ട് വഴിയിലും പോകാൻ പറ്റും. പക്ഷെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ലൈറ്റ് കറന്റ് ഫ്ലോ ദറ്റ് ഈസ് വെരി സിമിലർ ടു വാട്ടർ ഫ്ലോ പോലെയാണ്. അപ്പൊ കറന്റ് ഫ്ലോ നമുക്ക് ഇവിടെ, വാട്ടർ ഫ്ലോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറഞ്ഞ ഭാഗത്തൂടെ വെള്ളം പെട്ടെന്ന് ഒഴുകിപ്പോകും. അപ്പൊ തിയററ്റിക്കലി എങ്കിലും നമുക്ക് പറയാൻ പറ്റും കറന്റ് എപ്പോഴും ഫ്ലോ ചെയ്യുന്ന എപ്പോഴാണ്, ലോ റെസിസ്റ്റൻസിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ലോ റെസിസ്റ്റൻസ്, assume the resistance of R and resistance of L. Okay, resistance of L is very larger than the resistance of, yes, ഞാൻ ഈ സിമ്പിൾ ഒക്കെ ഇട്ടുകൊണ്ട് ആരും പേടിക്കണ്ട, ജസ്റ്റ് മനസ്സിലാവില്ല. ഈ സ്വിച്ചിന്റെ റെസിസ്റ്റൻസ് വളരെ കുറവാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, സ്വിച്ചിന്റെ റെസിസ്റ്റൻസ് വളരെ കുറവാണ്, ലൈറ്റിന്റെ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. നൗ സ്വിച്ച് ഈസ് ഓൺ സ്റ്റേജിലാണ്. അപ്പം കറണ്ട് ഏത് വഴി പോകും, കറണ്ട് സ്വിച്ച് വഴി പോകും. കാരണം റെസിസ്റ്റൻസ് കുറവുള്ള ഭാഗത്തൂടെ അല്ലേ കറണ്ട് പോകുന്നത് എപ്പോഴും. അപ്പം അങ്ങനെ പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ കറണ്ട് സ്വിച്ചിലൂടെ തന്നെ പാസ് ചെയ്യും. അപ്പൊ ലൈറ്റ് ഓഫ് ആയി, സിമ്പിൾ ലോജിക്കാണ്. അപ്പൊ സ്വിച്ച് ഓൺ ചെയ്തിരിക്കുന്ന സമയത്ത് കറണ്ട് സ്വിച്ച് വഴി പോകും. അപ്പം ലൈറ്റ് വഴി പോകില്ല, ലൈറ്റ് ഓഫ് ആയി. സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന സമയത്ത് സ്വിച്ച് വഴി പോകാൻ പറ്റില്ലല്ലോ, അപ്പൊ ലൈറ്റ് വഴിയല്ലേ പോകാൻ പറ്റും. സോ ദാറ്റ് ടൈം ദ ലൈറ്റ് വിൽ ടേൺ ഓൺ. അത്ര മനസ്സിലാക്കാം. ഇനി ഇവിടെ റെസിസ്റ്റർ കൊടുത്തിരിക്കുന്ന സ്വിച്ച് ഓൺ ആണെന്ന് വിചാരിക്കാം. സ്വിച്ച് ഓൺ ആയിരിക്കുന്ന സമയത്ത് ഇതൊരു ഷോർട്ട് സർക്യൂട്ട് ആകാൻ ചാൻസ് ഉണ്ട്, വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ അല്ലെ. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആകാതിരിക്കാൻ വേണ്ടിയാണ് റെസിസ്റ്റർ കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ബോധറാകേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ഈ പ്രോപ്പർട്ടി മനസ്സിലാക്കാം. when the input is off you will get output as on. When the output is on you will get off as output. So off, the input off results an output on, and the input on results okay. അതാണ് പറഞ്ഞത്. So ഞാൻ ഇവിടെ I'm going to define the logical NOT function. The function we have described here, that is the NOT function. നമ്മൾ ഈ പറഞ്ഞ ഫംഗ്ഷന്റെ പേരാണ് NOT function. It is a single input function. Note the point. The function NOT is a single input function. ഒറ്റ ഇൻപുട്ട് ഉള്ള that the NOT function only receives a single input. Okay. Here let the input is x, then the function returns x complement. ഇതിനെ നമ്മൾ പറയുന്നത് x complement. Okay. നിങ്ങൾ you can say after me, ഇതിന് ശേഷം പറയാം, നിങ്ങൾക്ക് സൗണ്ട് ഉണ്ടാക്കാതെ പറയാം. This is x complement അല്ലെങ്കിൽ x prime എന്ന് പറയാം. ഓക്കെ, x complement. ഇതിന് നമുക്ക് സിമ്പിൾ അല്ലെങ്കിൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ കോംപ്ലിമെന്റ് ആണ്. ഓർ യു ക്യാൻ യൂസ് ദിസ്, ഇതിന്റെ മുകളിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റും, ബാർ കൊടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റും. പല ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് നോട്ട് ചെയ്യാം. ബട്ട് ഹിയർ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. വി ആർ ഗോയിങ് ടു യൂസ് ദിസ് കൈൻഡ് ഓഫ് വേ. നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്, എക്സ് കോംപ്ലിമെന്റ്. എക്സ് കോംപ്ലിമെന്റ് ഇതെല്ലാം ശരിയാണ്, പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് പറയുന്നത് ഇങ്ങനെ ആയതുകൊണ്ടാണ് വി ആർ ഫോളോയിങ് ദിസ് തിങ്. അപ്പം L of x is equal to x complement, that result 1. Okay, if the output will be 1 if input is 0, and vice versa. The output will be 0, the input will be definitely it will be 1. അങ്ങനെ നമ്മൾ എന്ത് കൊടുക്കുന്നു അതിന്റെ കോംപ്ലിമെന്റ് കിട്ടും. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, every boolean value has a
as an opposite. So in the property then the output of a NOT function will be 1 if and only if its input is 0. Okay. Dual statement is the output of the NOT function will be 0 if its input is 1. Hope you understand this. Okay, now it's time to describe what is a Boolean function. We know what is a function. This session starting function function always receives some values and returns some value. Boolean value here in context Boolean value accepts and produce Boolean functions. Those are nothing but functions. Those accepts and produce Boolean values only. A function that is a function. Boolean function is also a function, but those functions receives only Boolean values and Boolean returns only Boolean values. But in context considering. Boolean values? Can you say some examples for Boolean functions? Can you tell some examples? Yes. Some examples are AND function, OR function, NOT function. Okay, these functions have been explained now. Those are explained. Now logical gates. Functions functions abstract level tool mathematical tool that is a concept. Okay, functions concept level. Those are some concepts. Like abstract things, those are some abstract things. How can we implement those functions? Functions implement and the realization functions implement electronic circuit function electronic circuits implement circuits normally gates logical gates. Boolean functions can be implemented as logical gates. You understand? Boolean function in the abstract thing like algorithm. Algorithm is abstract thing. That's realization implement in the form of program. Program implement. Same thing happening here. Boolean functions and or not functions in electronic circuits realize electronic circuit implement. Those circuits are generally known as logic gates. Logic gates are the electronic device or electronic circuits. Okay. Clear? These circuits are available. This is a package in a packet in here, gates. Gates are nothing but electronic circuits. These electronic circuits are available the IC formula. Okay. IC the IC or integrated circuit consists a number of logic gates. Gates IC for example, AND gates IC. IC AND gates AND gate that is an implementation of AND function. Okay. IC IC formula figure package package. These are different kinds of package. IC package describe these are some pictures of ICs. IC picture. This package in electronic circuits. Electronic circuits gate in the gate functions in the implementation. Now, because some symbols. AND gate is what? That is the electronic circuit of AND function. We use symbol. This is what? The symbol. This is a symbol of two input and gate. Two input and gate. Here we have used two variables x and y to denote the inputs. But x and y inputs are x and y. And output f is what? X and y. X and y
And on the right side, you can see its truth table 0, 0. Here 0 and 1s, remember the 0 and 1s are Boolean values, okay? When both inputs are 0, you will get 0. When one input is 0 and another input 1, you will get 0. And both inputs are 1, you will get 0. You know that. You know those things. Now you have OR gate. Okay, one more thing here. See, here I have written a number 7408. This number, okay, keep in your mind, this number 7400 is nothing but the IC number. IC number. ഇപ്പൊ നിങ്ങൾ കടയിലൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് ഷോപ്പിൽ പോയിട്ട് ഇലക്ട്രോണിക് ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ ഒരു ആൻഡ് ഗേറ്റ് IC തരാനല്ല പറയുന്നത്. ആൻഡ് ഗേറ്റ് IC എന്നല്ല, there is a number for every IC. Here the 7408 is the IC number. അപ്പൊ നിങ്ങൾ പറയേണ്ടത് 74, I need a 7408 IC. Okay, എന്നാണ് നിങ്ങൾ പറയേണ്ടത്. The 7408 is nothing but the IC number. IC നമ്പറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്, ഞാനത് പറയാം പിന്നീട്. What is 74 എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. Now understand the 7408 nothing but that is an IC number of the AND gate. This is a unique number. ഈ AND ഗേറ്റിന് മാത്രമുള്ള നമ്പറാണ്. You cannot use this number to some other gate, other ICs. Okay, this is a unique number. Okay. Okay. Here similarly the 7432 is the IC number for OR gate, and this is the symbol for OR gate. OR gate in the symbol and two input OR gate ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. Remember this is the operator. The symbol is there, operator is there, and the truth table is there. The truth table describes the functionality of that OR gate. അപ്പോൾ നിങ്ങൾ ഒന്ന് പഠിക്കുമ്പോൾ ഈ ഓർഡറിലെല്ലാം പഠിക്കുക. എന്തൊക്കെ പഠിക്കണം? IC നമ്പർ പഠിക്കുക, സിമ്പൽ പഠിക്കുക, ഓക്കെ, ഓപ്പറേറ്റർ പഠിക്കുക, ഓപ്പറേറ്റർ, ട്രൂത്ത് ടേബിൾ പഠിക്കുക. എല്ലാം ബൈ ഹാർട്ട് ആയിട്ട് കാണാപ്പാടം നിങ്ങൾ പഠിക്കേണ്ടതാണ്. നമ്മൾ പറഞ്ഞ ഇൻവെർട്ടർ എന്ന് പറയുന്നതിന്റെ വേറൊരു അതാണ്. ദിസ് ഇസ് നോട്ട് നോർ ഗേറ്റ്, ദിസ് ഇസ് നോട്ട് ഗേറ്റ്. ഓക്കെ, നോട്ട് ഗേറ്റ് 7404. 7404 ഇപ്പോൾ ഓർത്തിരിക്കേണ്ടത് നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഇൻപുട്ട് ഗേറ്റ് ആണ്. ഇറ്റ് ഹാസ് only input. It has exactly one input. That input is X. When you give 0, you will get 1. When you give 1, you will get 0. So now parameter, these three basic gates are known as, these three gates are known as basic gates. And OR and NOT gates are known as basic gates. Basic gates. So basic gates, what are basic gates? And OR and NOT. Because you can construct, you can design any circuit using the combination of these three gates. Okay, the circuit can change. But now it's time to demonstrate these gates. I'm going to demonstrate these gates. Okay. Today we have studied three gates: AND gate, OR gate, NOT gate, and their functionalities, AND function, OR function, and NOT functions respectively. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇത് നോക്കാം, ഇതിന് എങ്ങനെയാണ് ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. Okay, here you can see the symbol AND gate നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ താഴെ തന്നെ 7408 നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്കറിയില്ല. there is IC number 7408 അവിടെ നിൽക്കുന്നുണ്ട്, കാണാൻ പറ്റും. പിന്നെ രണ്ട് ഇൻപുട്സ് ഉണ്ട്. ഇൻപുട്സ് ആർ denoted as input C, input A and input B. Two inputs are there. നമുക്ക് ആദ്യം 00 ഇൻപുട്ട്. let's see what will happen. 00 ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട്, ഓക്കെ, ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഔട്ട്പുട്ട് is A and B, that is 0. Okay, I'm going to turn on input B. ഇപ്പോൾ 0 1 ആണ് അല്ലേ. ഇപ്പോൾ ഇൻപുട്ട് ഇൻപുട്ട് is 0 1. No change at the output side. ഔട്ട്പുട്ട് സൈഡിൽ ചേഞ്ച് ഇല്ല. ഇനി നമുക്ക് 1 0 ഇട്ട് കൊടുക്കാം. 1 0 എടുക്കുന്നു, 1 0. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക? അപ്പോഴും നമുക്ക് 0 ആണ്. ബിക്കോസ് 1 and 0 is 0. ഞാൻ ഇനി രണ്ട് ഇൻപുട്ടും 1 ആക്കാണ്. ഓക്കെ, രണ്ട് ഇൻപുട്ട് 1 and 1. 1 and 1 എന്താണ്? 1 and 1 1. അപ്പോൾ 0 and 0 0 0 and 1 0 1 and 0
0 and 1 is 1. Okay. നമുക്കിനി രണ്ടാമത്തെ പഠിച്ചത് നോക്കാം, OR gate. OR gate. Here also we have two. It's a 2-input OR gate. 2-input OR gate ആണ്. അവിടെ IC നമ്പർ ഓർക്കുക 7432 ആണ്. 7432 ആണ്. ഇവിടെ ഞാൻ ആദ്യം തന്നെ ഇനിഷ്യലി both inputs are 0, 0, 0. When you give 0, 0 to an OR gate, you will get 0. Okay. ഇവിടെ സിമ്പൽ എന്താണെന്ന് ഓർക്കുക, A or B. ഇത് നിങ്ങൾ you have to pronounce A or B. A or B. Okay. Now next input 0 or 1. Okay, you will get 1. Okay, you will get, because 0 or 1 is 1. 0 or 1 is 1. Now 1 or 0. I'm making one input 1 and other input 0. You will get 1, because at least one input is 0. You will get 1. You know that. Now both inputs are 1. You will get 1. 1. അല്ലേ, 1 and 1 എന്ന് പറഞ്ഞാൽ നമുക്ക് 1 or 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ നമുക്ക് 1 കിട്ടും, എല്ലാ ഇൻപുട്ട് 0 ആകുമ്പോൾ 0 കിട്ടും. And the last one is NOT gate. 7404 ആണ് NOT gate. NOT gate ഓർത്തിരിക്കേണ്ടത്, NOT gateന്റെ it's a single input node ആണ് NOT gate എന്നുള്ളത്. NOT gate has a single input. Okay. ഇവിടെ ഇൻപുട്ട് ഞാൻ കൊടുത്തു, ഇൻപുട്ടിന്റെ പേര് നിങ്ങൾക്ക് എന്ത് വേണേലും കൊടുക്കാം. ഇവിടെ വേരിയബിൾ ബി ആണ് ഞാൻ യൂസ് ചെയ്തത്. സോ ദ ഔട്ട്പുട്ട് വിൽ ബി ബി കോംപ്ലിമെന്റ്. ഓക്കെ, ബി കോംപ്ലിമെന്റ്. ഞാൻ 1 ഇവിടെ കൊടുത്തിരിക്കുന്നു. 1 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്? 0 കിട്ടി. ഇനി ഞാൻ 0 കൊടുത്ത് നോക്കാം. 0 കൊടുക്കുമ്പോൾ 1 കിട്ടി അല്ലേ. അപ്പൊ 0യുടെ കോംപ്ലിമെന്റ് ആണ് 1. അതുപോലെ 1ന്റെ കോംപ്ലിമെന്റ് ആണ് 0. ഓക്കെ, അപ്പൊ 0യുടെ കോംപ്ലിമെന്റ് ആണ് 1ന്റെ കോംപ്ലിമെന്റ് ആണ് 0. സോ ഐ തിങ്ക് ടൈം ടു wind up this session. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ടൈമായി. കുട്ടികൾ ഇപ്പോ നോട്ട്സ് ചോദിക്കുന്നുണ്ട്. നോട്ട്സ് ഇപ്പൊ നമുക്ക് സാർ ഈ സ്ലൈഡുകൾ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഷെയർ ദിസ് സ്ലൈഡ്. നോട്ട്സ് എന്റെ നോട്ട്സ് ആണ്, പക്ഷെ അത് ഞാനിങ്ങനെ എനിക്കത് അതിലൊക്കെ പല മിസ്റ്റേക്ക് ഉണ്ടാവും. അത് അങ്ങനെ പ്രശ്നമുണ്ട് സാർ. ഓക്കെ, ഐ ക്യാൻ ഷെയർ മൈ സ്ലൈഡ്സ്. ഗംഗ ടീച്ചറെ എന്തെങ്കിലും, ഗംഗ ടീച്ചറെ മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ സാർ കുട്ടികൾക്ക്? എന്തെങ്കിലും ടെക്സ്റ്റ് ഉണ്ടായിരുന്നു? നല്ല ക്ലാസ് ആയിരുന്നു. അങ്ങനെ നല്ലൊരു ഫീഡ്ബാക്ക് ആണ് തന്നിരിക്കുന്നത്. ഗംഗ ടീച്ചറെ നല്ല ക്ലാസ് ആയിരുന്നു സാർ. ശരിക്കും ഹലോ. ഓക്കെ ഓക്കെ മിസ്, താങ്ക് യു സാർ. കേൾക്കാം സാർ, കേൾക്കാം മിസ്. താങ്ക് യു സ്റ്റുഡൻസ്. താങ്ക് യു ഫോർ ലിസണിംഗ് ടു മീ.